അടുത്ത KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെന്നൊരു ചോദ്യമാണ്. കെ സുധാകരൻ തുടരുമോ അല്ലെങ്കിൽ പുറത്താക്കുമോ? ഇനി 2-3 പേരുടെ നാമങ്ങൾ ഇത്തരത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. സാധാരണ നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഒരു പ്രധാന ചുമതല ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ ഒരു അടിപിടി തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇത്തരത്തിൽ വീണ്ടും തർക്കങ്ങളിലേക്ക് പോകുമോ? അതേലും പണ്ടേ ഈ എത്തിക്കഴിയുമ്പോൾ കുടമിട്ട് ഉടയ്ക്കുക എന്നൊരു പരിപാടിയുണ്ട്. അതാണ് എപ്പോഴും കോൺഗ്രസ്. ഒരു വർഷം അപ്പുറത്ത് നിൽക്കുകയാണ് പ്രധാനപ്പെട്ട അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേന്ദ്രത്തിൽ ഒരിക്കലും ഇനി വരാൻ പോകുന്നില്ല. ഒരേ ഒരു പ്രതീക്ഷ ഇനി അവശേഷിക്കാൻ പോകുന്നത് BJPയുടെ ഈ ജഗർനോട്ട് വരുന്നത് കൊണ്ട് കേരളം മാത്രമാണ്. അവിടെ കടന്ന് ഈ പടിക്ക കൊണ്ടിട്ട് അല്ല, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിക്കൽ കൊണ്ടിട്ടുകൊണ്ട് ഒരു പാർട്ടിയിലൊരു KPCC പ്രസിഡൻറ്റിനെ കുറിച്ച് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. എന്തൊരു അനാവശ്യമായ ചിന്തകളിലേക്കാണ് ഇവർ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഒരുമാതിരി കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്തൊരു മാറ്റം വേണം. ചിലരുടെയൊക്കെ സ്ഥാപിത താല്പര്യങ്ങളാണ്. ചിലർക്കൊക്കെ ആയേ പറ്റൂ. ഇപ്പോൾ KPCC പ്രസിഡൻറ്റ് എനിക്ക് അങ്ങോട്ട് ആവണം, അങ്ങ് മുട്ടുക, ക്ഷമിക്കണം ആ ഒരു വാക്ക് ഉപയോഗിച്ച്, എനിക്ക് അങ്ങ് മുട്ടുവാണ് ഇതാവണമെന്ന് പറഞ്ഞിട്ട്. ഈ മുട്ടൽ, ഈ തള്ളൽ, ഇത് തന്നെയാണ് കോൺഗ്രസിനെ എന്നും നശിപ്പിച്ചിട്ടുള്ളത്. മാറ്റണം. കാരണം ആരനെ മാറ്റിയിട്ട് ഉടനെ AK ആൻ്റണിക്കാണ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കാണ്. ഈ ഒരു കിട്ടമത്സരം ഈ പാളയത്തിൽപ്പെട്ട കോൺഗ്രസിൻ്റെ അന്തകനാണ്. ദി ടെർമിനേറ്റർ സീഡ്. അതാണ് അതിൻ്റെ അന്തകം. ഈ ഒരു ചിന്തയെ വരാൻ പാടില്ല. AICC ഞങ്ങളിപ്പോൾ എല്ലാ DCCകളെയും ശക്തിപ്പെടുത്തും, അതാണ് അവരുടെ നടത്തം. അല്ല, KPCCകളെ അല്ല അവരുദ്ദേശിക്കുന്നത്, DCCകളെ ശക്തിപ്പെടുത്തുക. DCC പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരം ചുമതലയും കൊടുക്കുക. വെറുതെ കാഴ്ചവസ്തുക്കളായിട്ട് ഈ ഇന്നോവ കാറിൽ കയറി ഖദർ ഷർട്ടും ധരിച്ച് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് അവിടുന്ന് ആഹാരവും കഴിച്ചിട്ട് ഇങ്ങനെ കുട്ടപ്പനായിട്ട് സിമ്പിളനായിട്ട് വിയർപ്പ് പറ്റാത്ത ആൾക്കാരാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ. വിയർപ്പൊഴുക്കാൻ പറ്റിയ ഡ്രസ്സായിരുന്നു ഖദർ. അവർ നാട് നീളെ ഗ്രാമാന്തരങ്ങളിലൂടെ കൊടിയും പിടിച്ചുകൊണ്ട് കീജയ് മഹാത്മാഗാന്ധി ജി കി ഭാരത് മാതാ കി. ആ ഭാരത് മാതാ എന്ന് അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ BJPക്ക് കിട്ടിയിരിക്കുന്നു. അതാണ് കോൺഗ്രസിനുണ്ടായ ഏറ്റവും വലിയത്. ഭാരത് മാതാവിനെ, അവർ ഭാരതത്തിൻ്റെ ആത്മാവിനെ അവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അവരറിയുന്നില്ല. ഇപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു KPCC പ്രസിഡൻറ്റിനെ മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അദ്ദേഹത്തിന് പ്രായമായി പോലും, അദ്ദേഹത്തിന് സൗന്ദര്യം കുറഞ്ഞു. ഇനി കൊണ്ട് ടിപ്പനായിട്ട് കുട്ടപ്പനായിട്ട് മേക്കപ്പൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇടുന്ന ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ KPCC പ്രസിഡൻറ്റ് വേണം പോലും. DCC പ്രസിഡൻറ്റുമാരിൽ തന്നെ ധാരാളം ഉണ്ട് കുട്ടപ്പന്മാരായിട്ട്, സിനിമാ നടന്മാരെക്കാൾ സുന്ദരന്മാരായിട്ട് നടക്കുന്നത്. വേർപ്പ് പൊടിയില്ല, അധ്വാനം ചെയ്യില്ല. പാർട്ടി അങ്ങനെ വന്ന് വേര് ചീഞ്ഞു പോയി. ബൂത്ത് തലത്തിലാണ് പാർട്ടി വളരേണ്ടത്, അവിടോട്ട് പോകുന്നില്ല, ചീഞ്ഞു പോയി. അതിന് മുമ്പ് കൂമ്പടഞ്ഞും പോയി. ഒരു പാർട്ടിയെ പുനരുദ്ധിക്കുക. ഇപ്പോൾ ഇനി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് KPCC പ്രസിഡന്റിനെ മാറ്റുക. കാര്യം ഇതൊക്കെ പറയുന്നതെങ്കിലും പ്രായമാണെങ്കിലും രോഗമാണെങ്കിലും ഇത്രയും നാൾ ധൈര്യപൂർവ്വം പിണറായി വിജയൻ്റെ മണ്ണിൽ ഈ പാർട്ടിയെ അദ്ദേഹം അഭിമാനത്തോടെ നയിച്ചു. നേരിട്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം മിന്നുന്ന വിജയം നേടിക്കൊടുത്തു. അദ്ദേഹം ആ കസേരയിലിരുന്നുകൊണ്ട് അദ്ദേഹത്തെ ഇനി മാറ്റുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യാഘാതം എന്തെന്നറിയും? നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതമല്ല കേരളത്തിൽ കൂടുതലായിട്ടുണ്ടാകുന്ന, ജാതീയമായ പ്രത്യാഘാതമാണ്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബേസിൽ നിന്ന് ഈഴവ വോട്ടുകൾ ചോർന്നു. ഇത് പറയാതിരിക്കാൻ പറ്റില്ല, ഇത് യാഥാർത്ഥ്യങ്ങളാണ്. ജാതീയമായിട്ട് ഇതിനെ വിശകലനം ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല, പക്ഷേ സംഭവിച്ചത് പറയാതിരിക്കാനും പറ്റുകയില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാളയത്തിൽ നിന്നും വോട്ട് ബാങ്കിൽ നിന്നും ഈഴവ വോട്ടുകൾ ചോർന്നിരിക്കുന്നു. KPCC പ്രസിഡൻ്റായിട്ട് കെ സുധാകരൻ ഇരിക്കുന്നിടത്തോളം അതിലൊരു പങ്ക് വോട്ട് അവർക്ക് തീർച്ചയായിട്ടും കിട്ടും. ഈഴവ സമുദായം എന്ന് പറയുന്നത് മലബാറിലുമുണ്ട്, തിരുവിതാംകൂറിലുണ്ട്. രണ്ട് പേരിൽ അറിയപ്പെടുന്നത്. അവരെയെല്ലാം ആവേശം കൊള്ളിപ്പിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ഇപ്പോഴും. BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തവർ ഒരുപക്ഷെ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു KPCC പ്രസിഡൻ്റാണ് കെ സുധാകരൻ. അദ്ദേഹം ഇതിൽ മത്സരിക്കുന്നതെന്നല്ല, പക്ഷേ അദ്ദേഹം ഇരിക്കുന്നത് കോൺഗ്രസിനോട്, കേരളത്തിലെ കോൺഗ്രസിനോട് ഒരു ആനുകൂല്യവും അനുഭാവവും തോന്നുന്ന ചില ഇടത്തരക്കാരുണ്ട് എന്നുള്ള സത്യമാണ്. ഇതിപ്പോൾ സംഭവിക്കുന്നത് ഇവർ ഈ ക്രിസ്ത്യൻ. അതെ, അതാ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വന്നത്. BJP ഇപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപിയെ നിയോഗിച്ചതുപോലെ
ആ ഒരു ട്രാപ്പ്, ആ ഒരു ലിങ്ക് ഇവരിങ്ങോട്ട് കടമെടുക്കുവാണെന്ന് തോന്നുന്നു. ഉടനെ അവർക്ക് വെപ്രാളം, എങ്ങനെയെങ്കിലും ക്രിസ്ത്യൻ വോട്ടുകൾ നേടണം. അവിടെ സുരേഷ് ഗോപി ഇത് ആരംഭിച്ചു കഴിഞ്ഞു, അവിടെ അടിത്തറ ഇട്ട് കഴിഞ്ഞു, രാജീവ് ചന്ദ്രശേഖർ വേണ്ടുന്ന പരിപാടികളെല്ലാം സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആകെപ്പാട അങ്കലപ്പ്. അതായിരിക്കും ദേശീയ തലത്തിൽ നിന്ന് ഇത്തരത്തിലുള്ളൂ, എന്നാൽ പിന്നെ കെ സുധാകരനെ അങ്ങ് മാറ്റാം, മറ്റാരെങ്കിലും ആന്റണി ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിലെ വോട്ടുകൾ എടുക്കാൻ വേണ്ടിയിട്ട് തക്ക രീതിയിലുള്ള നേതാവ് ആന്റണി ഉൾപ്പെടെയുള്ളവരുടെ എന്ന പേര് നിർദ്ദേശിച്ച് അവരെ ഇങ്ങോട്ടേക്ക് മാറ്റാം എന്നൊക്കെയുള്ള ഒരു ചിന്തകളിലാണ്. ഇത് എത്രമാത്രം സഫലമാവും? കാരണം ഇനി ക്രിസ്ത്യാനികൾ കോൺഗ്രസിൽ നിൽക്കുമോ എന്നാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ BJP എടുത്തു കഴിയുമ്പോഴാണ് അതിൻ്റെ മൂല്യം ഇവർ മനസ്സിലാക്കുന്നത്. അതാണിപ്പോൾ അവിടെ ഗുജറാത്തിൽ നടന്ന അവരുടെ AICC സമ്മേളനത്തിൽ അവർ പറഞ്ഞു, സർദാർ പട്ടേലിനെ ഞങ്ങളെ കൊടുക്കില്ല BJP. ഇപ്പോഴാ ചിന്ത വന്നത്. എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നു? പട്ടേലിന്റെ പ്രതിമ സ്ഥാപിച്ചപ്പോൾ എന്തായിരുന്നു? അനാവശ്യമായിട്ടുള്ള ദൂർത്തായിരുന്നു. ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്നുള്ള ഒരു കോൺഗ്രസ്സുകാരനെ അംഗീകരിക്കില്ല എന്നുള്ളൊരു വാശിയിലായിരുന്നു ഇവര്. ഇപ്പൊ മാറ്റി ഞങ്ങൾ പട്ടേലിനെ തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നു. നല്ല കാര്യം തന്നെ. പക്ഷേ എന്താ നേരത്തെ ഈ ബുദ്ധി തോന്നുന്നത്? ഇതാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ക്രിസ്ത്യൻ പക്ഷത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് തൊള്ളാത്ത എല്ലാ അടവുകളും പ്രയോഗിച്ചു കൊണ്ടുവരികയാണ് BJP. സംശയമൊന്നുമില്ല. മുനമ്പം അതിൻ്റെ ഒരു നിർണായകമായിട്ടുള്ള പോയിന്റ് തന്നെയാണ്. മുനമ്പം കേരള കോൺഗ്രസിൻ്റെ ജോസ് കെ മാണി വിഭാഗം ഇപ്പോൾ ഇടതുമുന്നണിയുടെ കൂടെയാണെങ്കിലും ഈ ബില്ലിലെ 2 വകുപ്പുകളെ പരസ്യമായിട്ട് പാർലമെൻറ്റിൻ്റെ റെക്കോർഡുകളിലുണ്ടത് ജോസ് കെ മാണി അനുകൂലിച്ചിരിക്കുകയാണ്. പാർലമെൻറ്റ് രേഖകളിലുണ്ടത്. നിഷേധിക്കാൻ ഇനി ആർക്കും പറ്റില്ല. ചരിത്ര രേഖയാണത്. അനുകൂലിച്ചിരിക്കുന്നു. ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾക്കിടയിൽ കത്തോലിക്കരായിക്കോട്ടെ, യാക്കോബൈറ്റ് ഓർത്തഡോക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പെന്തക്കോസ്ത് വിഭാഗങ്ങളാകട്ടെ, ഞങ്ങളുടെ രക്ഷകൻ BJP ആണെന്നൊരു തോന്നൽ വരുത്താൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഇടങ്ങളിലേക്കൊന്നും നിങ്ങളിനി ഏതൊരു KPCC പ്രസിഡന്റിനെ ക്രിസ്ത്യാനിയായിട്ട് ജ്ഞാനസ്നാനം ചെയ്യിച്ചോ അല്ലെങ്കിൽ മാമോദീസ മുക്കിയോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നടക്കില്ല. പല ബിഷപ്പുമാരും മോദിയെ അങ്ങോട്ട് ചെന്ന് കാണുകയും ചെയ്യുകയാണ്. വേണ്ടുന്ന കാര്യങ്ങൾ തീരുമാനത്തിൽ. അതെ, അദ്ദേഹത്തിന്റെ ഡീലിംഗ് എന്ന് പറയുന്നത് ഈ തലത്തിലൊന്നും അല്ല. അത് അന്താരാഷ്ട്ര തലത്തിൽ റോമൻ കാത്തലിക്സിന് പോപ്പിന്റെ തലത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത്. പോപ്പുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിലൂടെ സ്ഥാപിച്ചെടുക്കുന്ന ഒരു അന്താരാഷ്ട്ര ബന്ധമാണ് അത് എന്ന് പറഞ്ഞ ജിയോ പൊളിറ്റിക്സ് അനുസരിച്ചുള്ള ഒരു ഷിഫ്റ്റാണ്. ട്രംപുമായിട്ട് നടക്കുന്ന കൂടിക്കാഴ്ചകളിലൂടെ ഓർത്തഡോക്സ് സഭ റഷ്യയിലൂടെ അവർ ആർജിക്കുന്നത് പോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തെ ബ്രിട്ടനിലൂടെയും ആകർഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ അടുത്തൊന്നും എത്താൻ പറ്റില്ല. നിങ്ങളൊരു KPCC പ്രസിഡന്റിനെ കൊണ്ടുവന്ന് ചെറുപ്പക്കാരനെ മേക്കപ്പ് ഇട്ട് കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഇതുകൊണ്ട് ക്രിസ്ത്യൻ പക്ഷം എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് നിങ്ങളുടെ കൂടെ ആയിരുന്നു. നിങ്ങളവർക്ക് വേണ്ടി എന്ത് ചെയ്തു? നിങ്ങളെപ്പോഴും ഇസ്ലാമിനെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇസ്ലാം മതത്തെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളിപ്പോൾ ഇസ്ലാം മതത്തിന് നിങ്ങളുടെ പ്രീണനത്തിൻ്റെ ആവശ്യമില്ല. അതിനപ്പുറമായിട്ട് വളർന്നു കഴിഞ്ഞു. മുസ്ലിം ലീഗ് മതി. മുസ്ലിം ലീഗ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. 5ാം മന്ത്രിസ്ഥാനം ചോദിക്കുകയും ചെയ്യും. അതിനുള്ള ശക്തി അവർ ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ദയാദാക്ഷിണ്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ആൾക്കാർ മലപ്പുറത്ത് മാത്രമല്ല വയനാട്ടിലും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് ആ ഇക്വേഷൻ പത്തനംതിട്ടയിലും വരാൻ പോവുക. പത്തനംതിട്ട, ഈരാറ്റുപേട്ട മുതലായ സ്ഥലങ്ങളിൽ, കോട്ടയത്ത് പോലും അവരുടെ ദാക്ഷിണ്യം കൊണ്ട് മാത്രമേ ജയിക്കാവൂ എന്നൊരവസ്ഥ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാൻ പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എറണാകുളത്തായാലും എല്ലാം അത് തന്നെയാണ് നമ്മുടെ ഡെമോഗ്രാഫിക് ഫാക്ട്സ്. മാത്രമല്ല സാർ, പലപ്പോഴും കാണുന്നത് ഇപ്പം CPM-ലാണെങ്കിലും BJP-യിലാണെങ്കിലും ഇത്തരത്തിലുള്ള അകത്തുള്ള സംഘർഷങ്ങളില്ല, ഈ പോരുകളില്ല. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഒരാൾ കാലെടുത്ത് വെക്കുമ്പോൾ എനിക്കെങ്ങനെ എപ്പോൾ നേതാവാകണം, എനിക്കെങ്ങനെ രാജാവാകണം എന്നുള്ളൊരു ഇത് തന്നെയാണ് ഇവരുടെ അധപ്പതനത്തിന് കാരണം. കാരണം ഏതെങ്കിലും ഒരു സ്ഥാനത്തോട്ട് കയറി കഴിഞ്ഞാൽ എന്നാൽ പിന്നെ അടുത്ത സ്ഥാനം എങ്ങനെ നേടാം? അല്ലാതെ അത് പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കണം, അല്ലെ ഇത് നമ്മുടെ പാർട്ടിയാണ് അതിന് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കണം, ഇന്ന സ്ഥാനത്ത് ഒരു വ്യക്തി വരട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം നിയന്ത്രിക്കട്ടെ, അദ്ദേഹത്തെ നമ്മൾ അനുസരിക്കണം. ഇത് എല്ലാവരും രാജാവാണ്, എന്നെ അനുസരിക്കണം. ഈ ഒരു രീതിയിൽ ഈ പാർട്ടി എങ്ങനെ പോയി കഴിഞ്ഞു. സത്യമാണ് ഈ പറഞ്ഞത്. ഇത് ദേശീയ തലത്തിലും ഉണ്ട്. നമ്മളൊരു രാജ്യമാണ് എന്നൊരു വിചാരം ഇന്നുവരെ കോൺഗ്രസ്സിന് വന്നിട്ടില്ല. എനിക്ക് നേതാവാകണം, എനിക്ക് MP ആവണം, MLA ആവണം, സംസ്ഥാന KPCC പ്രസിഡന്റ് ആവണം. ഈ ഒരു ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താൻ കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ലിസ്റ്റിലുള്ളത് അധികാരമോഹികൾ എന്ന് തന്നെ ഞാൻ പറയാം. ആൻ്റണി, ബെന്നി ബെഹനാൻ പക്ഷേ അത്ര അധികാരമോഹമുള്ള ആളല്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു യുവ മുഖമാണ് കോൺഗ്രസിൻ്റെ.
കൊടിക്കുന്നിൽ സുരേഷ് എന്നേ ആക്കേണ്ടതായിരുന്നു. അതെ, അതെ. അത്രയധികം സീനിയറായിട്ടുള്ള ദളിതനായിട്ടുള്ള ഒരാളിനെ ആക്കാനുള്ള വൈഷമ്യം എന്നുമുണ്ട്. നിങ്ങളിപ്പോൾ പരിഹരിക്കേണ്ടിയിരിക്കുന്ന ദളിതരോട് നിങ്ങൾ കാണിച്ച ആ വിവേചനമാണ് കൊടിക്കുന്നിൽ സുരേഷിലൂടെ നിങ്ങൾ പരിഹരിക്കേണ്ടത്. സഭകളുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് അദ്ദേഹം. അതുപോലെ റോജി എം ജോൺ PCC അദ്ദേഹമൊക്കെ വന്നു കഴിഞ്ഞാൽ വളരുമെങ്കിൽ അത് വലിയൊരു അത്ഭുതം തന്നെ, വലിയൊരു അത്ഭുതം തന്നെ. നമുക്ക് സിനിമാ നടനെ അല്ല വേണ്ടത്, സുന്ദരക്കുട്ടപ്പനെ അല്ല വേണ്ടത്, പ്രവർത്തിക്കാൻ കഴിവുള്ള ജനങ്ങളുടെ വിശ്വാസമുള്ള ആൾക്കാരെയാണ് വേണ്ടത്. കുട്ടപ്പന്മാരായിട്ട് മുഖം മയക്കപ്പെട്ട് വരുന്ന കോൺഗ്രസ്സുകാരെ കാണുമ്പോൾ എനിക്ക് ചിരി വരികയാണ്. ഒരൊറ്റ ചേലയുമായിട്ട് ഇന്ത്യ മുഴുവൻ ഒരു വടിയും കൊണ്ട് നടന്ന് ഒരു പ്രസ്ഥാനത്തെ ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നയിച്ച് വിജയിപ്പിച്ച മഹാത്മാഗാന്ധിയെ നിങ്ങൾ കളഞ്ഞു, ഭാരത് മാതാവിനെ കളഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ വന്നിരിക്കുക ഇവിടെ കേരളത്തിൽ ഈ ജാതീയ രാഷ്ട്രീയം വളർത്താൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ മുഖം PCC കൊടുക്കാൻ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇത് പണ്ടായിരുന്നു, എൻ്റെ സമയം കഴിഞ്ഞു. ഇസ്ലാമാണിപ്പോൾ കാര്യങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നത്, വോട്ട് ബാങ്കായിട്ട് നിലനിൽക്കുന്നത് ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആൾറെഡി മുസ്ലിം ലീഗിൻ്റെ സഹായം ഉണ്ട്. അപ്പോൾ അതിനപ്പുറമുള്ളൊരു മുഖം അന്വേഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള ആളിനെ, അദ്ദേഹം പ്രത്യേകിച്ച് ദ്രോഹമൊന്നും കോൺഗ്രസ്സിന് ചെയ്തിട്ടില്ലല്ലോ, അച്ചടക്ക ലംഘനവും നടത്തിയിട്ടില്ലല്ലോ. ആ പാവത്തിനെ ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെയെങ്കിലും നിലനിർത്താനുള്ള ഒരു മഹാമനസ്കത ഇല്ലാതെ പോകുന്നു. അതിൻ്റെ പേരാണോ കോൺഗ്രസ്?